ഇന്ന് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഇന്ന് എന്തുണ്ടാക്കും എന്ന് ആലോചിച്ച് പകുതി സമയം കളയുന്നവരായിരിക്കും നമ്മളിൽ എല്ലാവരും. അങ്ങനെ ഇരിക്കുമ്പോഴേ നമ്മൾ ആലോചിക്കുക എന്നും ഒരുപോലെയല്ലേ, ഇന്ന് നമുക്ക് എന്തെങ്കിലും വെറൈറ്റി ട്രൈ ചെയ്യാമെന്ന്. അങ്ങനെ അധിക സമയം നമ്മൾ എന്തെങ്കിലും വെറൈറ്റി ട്രൈ ചെയ്യാമെന്ന് ആലോചിച്ചിരിക്കുന്ന സമയത്തായിരിക്കും എല്ലാ ഇൻഗ്രീഡിയൻസും ഉണ്ടാവും, എന്തെങ്കിലും ഒരെണ്ണം മിസ്സായിരിക്കും. അങ്ങനെ നമ്മൾ എന്തെങ്കിലും ഇത് വേണ്ട, ഇതിപ്പോൾ നമ്മൾ ഇനി അടുത്ത ദിവസം നോക്കാം, നമുക്കത് വാങ്ങിക്കൊണ്ടുവന്നിട്ട് നോക്കാം, അപ്പോൾ നമുക്കുള്ള എന്തെങ്കിലുമൊക്കെ വെച്ച് ചെയ്യാം. അങ്ങനെ വിചാരിച്ചിരിക്കുന്ന സ്ഥിരം, എൻ്റെ കേസിലാണെങ്കിൽ ഞങ്ങൾ സ്ഥിരം സ്റ്റോക്ക് ചെയ്യുന്ന പച്ചക്കറികളിൽ പെട്ടതാണ് ബീട്രൂട്ട്, പയർ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. ഒന്നും കിട്ടിയില്ലെങ്കിൽ എന്നാൽ ഇത് വെച്ചൊരു ഉപ്പേരി, അത് പിന്നെ എന്തെങ്കിലും ചെറിയ മോരുകറിയൊക്കെ ഉണ്ടെങ്കിൽ സ്കൂളിലേക്ക് പോകാനോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ലഞ്ച് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുത്തേക്കാനൊക്കെ ഈസി ആയിരിക്കും. അങ്ങനെ ഒരു ബീട്രൂട്ട് ഉപ്പേരിയാണെന്ന്. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ചോറ് കൊണ്ടുപോകുമ്പോൾ അധികം എല്ലാ ദിവസവും ഉണ്ടാകുന്ന ചില കറികളിൽ പെട്ടതാണ് ഈ ബീട്രൂട്ട് ഉപ്പേരി, പയറുപ്പേരി, പിന്നെ അച്ചാറുകൾ. അങ്ങനെയൊക്കെ അധികം എനിക്കൊക്കെ സ്റ്റീലിൻ്റെ ഒരു ലഞ്ച് ബോക്സ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഒരു തട്ടിലാണ് ഈ അമ്മ ഈ ഉപ്പേരിയൊക്കെ ഇട്ടുതരിക. അപ്പോൾ ഈ ഉപ്പേരിയുടെ ഒരു സൈഡിലായിട്ട് അച്ചാറുണ്ടാവും ഇന്നും. അപ്പോൾ നമ്മൾ ഈ സ്കൂളിലേക്ക് ഇങ്ങനെ കുലുക്കി പോയി അവിടെ എത്തി ഉച്ചയ്ക്ക് ലഞ്ച് ബോക്സ് തുറക്കുമ്പോൾ ഈ ബീട്രൂട്ട് ഉപ്പേരി, ഈ അച്ചാറൊക്കെ പാടെ ആകെ ഒരുമിച്ച് ഒരു അവിയൽ പരിപാടി ഉണ്ടാവും. പക്ഷെ അതിനൊരു വേറെ തന്നെ ടേസ്റ്റ് ആട്ടോ. പിന്നെ നമ്മൾ ഈ ചൂടോടുകൂടി അധികം പെട്ടെന്ന് നമ്മൾ ഇറങ്ങുമ്പോൾ ഈ ചൂടോടുകൂടി നമ്മൾ ലഞ്ച് ബോക്സ് അടച്ചു വെച്ചിട്ടായിരിക്കും ഇറങ്ങിയിട്ടുണ്ടാവുക. അങ്ങനെ നമ്മൾ ഇറങ്ങി ഇതൊരു ഉച്ചവരെയൊക്കെ അങ്ങനെ ഇരുന്ന് ഉച്ചയ്ക്ക് നമ്മൾ തുറക്കുമ്പോൾ ഭയങ്കര ഒരു എല്ലാം കൂടെ മിക്സായിട്ട് ഈ ഒരു ആവി എടുത്തൊരു നല്ലൊരു സ്മെല്ല് വരും. അയ്യോ, അതും ആ സമയത്ത് നമ്മുടെ കൂടെ എല്ലാവരും ഉച്ചയ്ക്ക് കഴിക്കുന്ന സമയമാവും. അപ്പോൾ എല്ലാവരുടെ ലഞ്ച് ബോക്സ് എടുക്കുമ്പോൾ പല വെറൈറ്റി സ്മെല്ലും പിന്നെ നമ്മൾ കുറച്ച് എല്ലാവർക്കും ഷെയർ ചെയ്തിട്ടൊക്കെ അങ്ങനെ കഴിക്കുന്ന ഓർമ്മയൊക്കെയാണ് ഈ ബീട്രൂട്ട് ഉപ്പേരിയെ പറ്റി പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്. അങ്ങനെ പണ്ട് വളരെ ചെറുപ്പത്തിലൊന്നും തീരെ പച്ചക്കറി കഴിക്കുന്ന ഒരാളായിരുന്നില്ലേ. പിന്നെ ഈ ബീട്രൂട്ട് ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അമ്മയുടെ സ്ഥിരം ഡയലോഗാണ്, ഇത് കണ്ടോ, ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ തുടുത്തിരിക്കും, ഭയങ്കരമായിട്ട് ബ്ലഡ് സർക്കുലേഷൻ കൂടും, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ കഴിപ്പിക്കാൻ നോക്കിയിട്ടുണ്ട്. പിന്നെ ഒരു ഹൈസ്കൂളിലൊക്കെ എത്തിയപ്പോൾ അല്ലെങ്കിൽ ഇത് എന്തോ ഇതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയപ്പോഴേക്കൊന്നും വലുതായി. ഇപ്പോഴൊക്കെ എല്ലാം വെജിറ്റബിൾസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്.